ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കാര്യത്തെ ചൊല്ലി രാജു ഇനി ഒട്ടും പേടിക്കണ്ട. രാജുന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് അച്ഛനും ചെറിയച്ഛനും ഒക്കെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നെ? അതല്ല മാഡം, മാഡം എന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കാഞ്ഞിട്ടാ. ഞാൻ കാരണം വർമ്മ സാറിനുണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങള് ചെറുതൊന്നും അല്ല. സാർ ഒരു മിനിസ്റ്ററാ, ശത്രുക്കൾ ഏറെ ഉണ്ട്. ഇത് പൊളിറ്റിക്സ് ആയതുകൊണ്ട് സമൂഹത്തിൽ ഇക്കാര്യം വലിയ വിഷയാവും. മാധ്യമങ്ങൾ ഇത് ഒരു ഉത്സവമാക്കും. ചർച്ചകളും അന്തിചർച്ചകളും ഉണ്ടാവും. സാറിനെ രാജിവെപ്പിക്കാൻ എതിരാളികൾ ആവുന്നത് ശ്രമിക്കും. വർമ്മ സാറ് നിരപരാധിയാ. ഇത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് മാഡം. രാജുവിന് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ലാപ്ടോപ്പ് വിതരണ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ഫയല് ഡീൽ ചെയ്തത് ഞാനാ. ആ എഗ്രിമെന്റ് തയ്യാറാക്കി വർമ്മ സാർ ഒപ്പിട്ട ഫയല് ഞാൻ ദീപകിനെ പേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എങ്ങനെ? ആ ഫയല് ഞാൻ ഒരു ദിവസം ഇവിടെ കൊണ്ട് വെച്ചിരുന്നു. ഞാൻ മനഃപൂർവ്വം കുടിച്ചല്ലടി മോളെ. സത്യം എല്ലാം മറക്കാൻ വേണ്ടി കുടിച്ചു പോണതാ. ഒരു മഹാലക്ഷ്മി എന്റെ കൈ വന്നത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ധനലക്ഷ്മി. അതെല്ലാം ചില കീടജന്മങ്ങൾ തട്ടിയെടുത്തില്ലേ. ഈ കാര്യത്തെ ചൊല്ലി രാജു ഇനി ഒട്ടും പേടിക്കണ്ട. ഇതിനൊരു സൊല്യൂഷൻ വളരെ വേഗം ഉണ്ടാവും. മാഡം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുന്നതാ. ഇല്ല രാജു, ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. രാജു എന്റെ ഭർത്താവ്. മിനിസ്റ്റർ പ്രതാപ് വർമ്മ എന്റെ അച്ഛനാ. ഇതിന് പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. ഇന്ന് രാജുവിന്റെ പിറന്നാളായിട്ട് ഞാൻ സമ്മാനമൊന്നും തന്നില്ലല്ലോ. അത് ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ തന്നില്ലേ മാഡം? അത് പോരാ. രാജുന് ഒരു ടെൻഷനും വേണ്ട. എല്ലാം ഞാൻ ശരിയാക്കി തരാം. പിന്നെ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. ഞാനേ പോയിട്ട് വരാം. ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കാതെ പിന്നെ രാത്രി ഞാൻ എന്ത് ചെയ്യാനോ? എടാ, അവസരം കിട്ടുമ്പോ അത് മാക്സിമം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. എന്താ അമ്മേ, കാര്യം പറ. എടാ, നമ്മൾ വിചാരിച്ചതുപോലെ ഈ ലാപ്ടോപ്പ് വിതരണ കുംഭകോണം അങ്ങ് കത്താൻ തുടങ്ങിയിട്ടില്ല. അത് കാട്ടുതീ പോലെ കത്തിപ്പടരണം. അതിനെന്താ അമ്മേ വേണ്ടേ? എടാ മണ്ട, അതിനെന്താ വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരണോ? ഈ അഴിമതി പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി പ്രതാപൻ പല കളികളും കളിക്കും. മാധ്യമക്കാരെ സ്വാധീനിക്കാനും ശ്രമിക്കും. ചില വലിയ പത്രക്കാരും ചാനലുകാരും
ഇവന്റെ പ്രിയപ്പെട്ടവരാ. അവരിവനെ വെള്ള പൂശാൻ നോക്കും. അതിനവസരം കൊടുക്കരുത്. മാത്രമല്ല, പ്രതാപന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കും. ഈ അഴിമതി പുറത്തു കൊണ്ടുവരാതെ അവര് മൂടി വെക്കാനും നോക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ പറഞ്ഞെന്നാ മാത്രം മതി. ഓഫ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനേ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. മാധ്യമക്കാർക്ക് നീ ഈ വാർത്ത ചോർത്തി കൊടുക്കണം. ഹ, നല്ല മീഡിയക്കല്ല, ഈ ചീഞ്ഞവന്മാർക്ക്. ഇത് കൈ കിട്ടിയ പിന്നെ അവന്മാര് നോക്കിക്കോളും ബാക്കി കാര്യങ്ങള്. ഇതൊന്നും നേരത്തെ പറയണ്ടേ? ഞാൻ ദാ ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. ഉം. രാധമേ, എന്താ മോളെ? രാധം ഇങ്ങ് മാറിക്കേ. പാത്രം ഞാൻ കഴുകാം. വേണ്ട, മോള് എച്ചിൽ പാത്രം ഒന്നും കഴുകണ്ട. രാധമ കഴുകിക്കോളാം. ഞാൻ എന്റെ പാത്രം കഴുകിയ രാധമ്മ മാറ്, ഞാൻ കഴുകാം. വേണ്ട മോളെ. ഞാനിവിടെ വെറുതെ നിൽക്കുമ്പോ രാധമ്മയെ കൊണ്ട് പാത്രം കഴിക്കുന്നത് എനിക്ക് വളരെ സങ്കടം. എന്റെ പൊന്നുമോളെ കൊണ്ട് ഇത് കഴിയിപ്പിക്കുന്നത് എനിക്ക് സങ്കടം. അതുകൊണ്ട് വേണ്ട. മോളെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചാ മതി. നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ. മോളെ, എന്താ രാധമ്മേ? രാജു ആകെ തീ പിടിച്ച് നടക്കുക. എനിക്കതെല്ലാം ഓർത്തിട്ട് ഒരു സമാധാനമില്ല. വർമ്മസാറും രാജുവും ആകെ കുഴപ്പത്തില. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എങ്ങനെ ഇക്കാര്യം പരിഹരിക്കും? രാധമ്മേ, രാധമ്മ ദൈവവിശ്വാസിയാണോ? അതെന്താ മോൾ അങ്ങനെ ചോദിക്കുന്നത്? അതിലെന്താ സംശയം? ഒരു തെറ്റും ചെയ്യാത്ത ദൈവവിശ്വാസികൾക്ക് ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇത് അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ. രാജുവിന്റെയും അച്ഛന്റെയും ഈ പ്രശ്നം കേട്ടപ്പോ എല്ലാവരെക്കാളും വിഷമിക്കേണ്ടവള് ഈ ഞാനാ. പക്ഷേ എനിക്ക് അത്രയ്ക്കങ്ങ് വിഷമം തോന്നിയില്ല. കാരണം ആ നിമിഷം തന്നെ എന്റെ ദൈവം മറ്റൊരു വഴി കാട്ടിത്തന്നു. അതുകൊണ്ട് രാധമ്മ പേടിക്കണ്ട, സമാധാനായിട്ടിരുന്നോ. രാജുവിനും എന്റെ അച്ഛനും ഒന്നും സംഭവിക്കില്ല. അകലേ